കോംപ്ലക്സ് അനാലിസിസിൽ നമ്മൾ ഫസ്റ്റ് വീഡിയോ ആണ്, ബേസിക് കൺസെപ്റ്റ് ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് വളരെ വേഗതയിൽ നമുക്ക് ബേസിക് കൺസെപ്റ്റ് പറഞ്ഞ് വളരെ പെട്ടെന്ന് കോംപ്ലക്സ് അനാലിസിസ് നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവരും കോംപ്ലക്സ് അനാലിസിസ് പഠിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക. അതിവേഗതയിൽ നമുക്ക് ഫിനിഷ് ചെയ്യാം. ഒരു 7 ദിവസം മതിയാവും. ഓക്കെ, അപ്പോൾ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്സ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് എന്താണ് നമ്മൾ റിയൽ നമ്പറും കോംപ്ലക്സ് നമ്പറും തമ്മിലുള്ള വ്യത്യാസം? റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്, റിയൽ നമ്പേഴ്സിൻ്റെ ലൈൻ നമുക്ക് അറിയാലോ. 0, 1, 2, 3, 4 എക്സെട്ര. ബാക്ക് സൈഡിൽ -1, -2, -3 എക്സെട്ര. ഇത് ഇൻഡിജേഴ്സ് ആണ്. ഈ ഇൻഡിജേഴ്സിൻ്റെ ഇടയിൽ നമ്മൾ ഇതിൻ്റെ ഇടയിലുള്ള നമ്പർ 1/2, 1/3 ഇങ്ങനെയുള്ള നമ്പേഴ്സ്, ഇതൊക്കെ റാഷണൽ നമ്പേഴ്സാണ്. അത് ആഡ് ചെയ്യും. അതിന് പുറമെ ഇപ്പം ഇങ്ങനെയുള്ള P/Q ഫോമിലുള്ള നമ്പേഴ്സ് മുഴുവൻ നമ്മൾ ആഡ് ചെയ്യുന്നു. അതിന് പുറമെ നമുക്ക് വേറെ ഏത് നമ്പറുള്ള റൂട്ട് ഫോമിലുള്ള നമ്പേഴ്സ്. ഓക്കെ, ഇപ്പോൾ √2 എന്ന് പറഞ്ഞാൽ 1.4 സംതിങ് ആണ് √2, √3 ഇങ്ങനെ √2, √3 ആ ടൈപ്പ് നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്യും. ഓക്കെ, ഇങ്ങനെയുള്ള √2 സേഡ്സ് ഫോം എന്ന് പറയും, റൂട്ട് ഫോമിലുള്ള നമ്പേഴ്സ്. ഇതൊക്കെ നമ്മൾ ഇതിപ്പോൾ ഈ കളറിൽ ഉള്ളത് ഇതിനെ ഈ ടൈപ്പിലുള്ള നമ്പേഴ്സ് നമ്മൾ വിളിക്കുന്ന പേര് ഇറാഷണൽ നമ്പേഴ്സ് എന്നാണ്. എന്താ വിളിക്കുക? ഇറാഷണൽ. ഇതൊക്കെ ഞാൻ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ് ഇറാഷണൽ. ഈ ചുവപ്പ് കളറുള്ള സാധനം റാഷണൽ നമ്പേഴ്സാണ്. ചുവപ്പ് കളർ എന്താണ്? റാഷണൽ നമ്പേഴ്സ്. ഈ ടൈപ്പ് കളറുള്ള സാധനം എന്താണ്? എന്ത് കളറാണ് ഇത്? വയലറ്റ് കളറാണ്. വയലറ്റ് കളറുള്ള സാധനം ഇറാഷണൽ നമ്പേഴ്സാണ്. ഈ റാഷണൽ നമ്പേഴ്സും ഇറാഷണൽ നമ്പേഴ്സും, ചുവപ്പ് കളറുള്ള നമ്പേഴ്സും ഇറാഷണൽ നമ്പേഴ്സും എല്ലാം നമ്മൾ എന്ത് ചെയ്യുക? എല്ലാം മാർക്ക് ചെയ്താൽ നമ്മൾ എന്ത് വിളിക്കുമോ? റിയൽ നമ്പേഴ്സ് വിളിക്കും. ഇതിനെല്ലാത്തിനെയും ഒരു നമ്പർ ലൈൻ നമ്മൾ മാർക്ക് ചെയ്ത് എന്താ വിളിക്കുക? സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് എന്ന് നമ്മൾ പറയും. ഇനി നമുക്ക് ഇത് റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്ന സാധനം ഒരു 1 ഡയമെൻഷനായി. കാരണം ഇതൊരു 8 ലൈൻ ഇങ്ങനെയല്ലേ, ഒരു ലൈനാണ്. ആ ലൈനിൻ്റെ മുകളിൽ മാർക്ക് ചെയ്യുന്ന നമ്പേഴ്സാണ് നമ്മൾ റിയൽ നമ്പേഴ്സ് മാർക്ക് ചെയ്യുന്നത്. പക്ഷേ കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത്, കോംപ്ലക്സ് നമ്പർ അതൊരു 2 ഡയമെൻഷൻ എന്ന് പറയാം നമുക്ക് വേണമെങ്കിൽ. ഇതിനൊരു എക്സ് ആക്സിസ് ഉണ്ടാവും, ഒരു വൈ ആക്സിസ് ഉണ്ടാവും. 2 ഡയമെൻഷൻ ഉണ്ടെന്ന് പറയാം. കാരണം ഇതിൽ നമ്മൾ ഒരു പോയിൻ്റ് നമ്മളിവിടെ മാർക്ക് ചെയ്യുമ്പോൾ ആ പോയിൻ്റ് ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ പോയിന്റിന് നമുക്ക് XY എന്ന് മാർക്ക് ചെയ്യാം. ആ പോയിന്റ് നമുക്ക് എന്ത് മാർക്ക് ചെയ്യുക? എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് എന്ന് പറഞ്ഞാൽ ഈ ദൂരമാണ് എക്സ് എന്ന് വിളിക്കുന്നത്, ഈ ദൂരം. Y എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ ഇങ്ങനെ ഒരു വര വരച്ചിട്ട് പെർപെൻഡിക്കുലർ വരയ്ക്കുക. ഈ ദൂരത്തിന് നമ്മൾ എന്ത് വിളിക്കുന്നത്? Y. ഇത് എക്സ് ആണ്, ഇത് Y ആണ്. ഇതാണ് എക്സ് കോർഡിനേറ്റ്, Y കോർഡിനേറ്റ് എഴുതിയിട്ട് ഇങ്ങനെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യും. അപ്പോൾ ഏത് പോയിന്റ് നമ്മൾ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഇതിന് 2 കോർഡിനേറ്റ്സ് ഉണ്ടാവും. ഇതിപ്പോൾ ഒരു x2 3 ആണ്. ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ദൂരം 2ഉം ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ദൂരം 3 ആയിരിക്കും. ഇത് 2, ഈ സാധനം 2, ഈ സാധനം 3. ഓക്കെ, അപ്പോൾ ഇത് 2 ഡയമെൻഷനാണ് കോംപ്ലക്സ് നമ്പർ. സാധാരണ ഇതിൽ കോംപ്ലക്സ് നമ്പർ നമ്മൾ സൂചിപ്പിക്കുക ഈ ഫോമിലാണ്. എങ്ങനെയാണ്? x + iy. x + iy എന്ന് പറഞ്ഞാൽ ഈ x2 ഇത് 3 ആണെങ്കിൽ ഇവിടെയുള്ള ഈ നമ്പർ നമ്മൾ 2 + 3i എന്ന് പറയാം. 2 + 3i. 2 എന്ന് പറഞ്ഞാൽ ഈ ദൂരവും 3 എന്ന് പറഞ്ഞാൽ ഈ ദൂരവും. അങ്ങനെയാണ് നമ്മളൊരു കോംപ്ലക്സ് നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, 2 + 3i. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഏതൊരു കോംപ്ലക്സ് നമ്പറുടെ ഫോം നിങ്ങൾ ജനറലായിട്ട് പഠിക്കുക, അതിൻ്റെ റെപ്രസെൻറ്റേഷനും പഠിക്കുക. അപ്പോൾ കോംപ്ലക്സ് നമ്പറുടെ ജനറൽ ഫോം എന്ന് പറയുന്നത്, ജനറൽ ഫോം ഓഫ് എ കോംപ്ലക്സ് നമ്പർ, ജനറൽ ഫോം എന്ന് പറയുന്നത് x + iy ഫോർമാറ്റ്. അതിൽ നമുക്ക് ഇപ്പോൾ ഒരു 2 + 3i എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇവിടത്തേക്ക് നമ്മൾ 2, ഇവിടുന്ന് ഇവിടത്തേക്ക് ഒരു 2 അളക്ക്, ഇവിടുന്ന് ഇവിടത്തേക്ക് ഒരു 3. എന്നിട്ട് നമ്മളിവിടെ ഇങ്ങനെ ഒരു പെർപെൻഡിക്കുലർ ഇങ്ങനെ വരയ്ക്കുക. ഇവിടെ ഒരു പെർപെൻഡിക്കുലർ. ഈ പോയിൻ്റാണ്
2 3 അല്ലെങ്കിൽ ഈ പോയിന്റ് നമ്മൾ കോംപ്ലക്സ് നമ്പറാണ് പറയുന്നതെങ്കിൽ 2+3 എന്ന് പറയും. ഇപ്പോൾ ഈ 2 എന്ന് പറയുന്ന സാധനം എക്സ് ആക്സിൻ്റെ മുകളിലല്ലേ 2 കിടക്കുന്നത്, വൈ ആക്സിൻ്റെ മുകളിലല്ലേ നമ്മൾ 3 കിടക്കുന്നത്. അപ്പോൾ ഈ 2+3 ആയാൽ ഇതിനെ നമ്മൾ റിയൽ പാർട്ട് എന്ന് പറയും. അത് നമ്മളെന്ത് പറയും? റിയൽ പാർട്ട്. 3 നമ്മളെന്ത് പറയും? ഇമാജിനറി പാർട്ട്. 2നെ റിയൽ പാർട്ട് എന്ന് പറയും, 3നെ എന്ത് വിളിക്കും? ഇമാജിനറി പാർട്ട്. അപ്പോൾ എക്സ് ആക്സിൻ്റെ മുകളിൽ എടുക്കുന്ന ഈ ഡിസ്റ്റൻസ് റിയൽ പാർട്ടാണ്, ഇത് ഇമാജിനറി പാർട്ടാണ്. ഇനി 2 ടൈപ്പ് റെപ്രസെൻറ്റേഷൻ ആണുള്ളത്. ഒന്ന് കാർട്ടീഷ്യൻ. ഇപ്പോൾ ഈ കാർട്ടീഷ്യൻ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് കാർട്ടീഷ്യൻ റെപ്രസെൻറ്റേഷൻ. ഈ 2+3 ഇങ്ങനെ ആയിരുന്നില്ല, ഇവിടെ 2 ഇവിടെ 3. അതിനെ നമ്മളെന്ത് വിളിക്കുന്നത്? കാർട്ടീഷ്യൻ ഫോർമാറ്റ്. കാർട്ടീഷ്യൻ എന്ന് പറയുന്ന ആളാണ് ഇത് കണ്ടുപിടിച്ചത്, ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. കാർട്ടീഷ്യൻ റെപ്രസെൻറ്റേഷൻ ആണ്. കാർട്ടീഷ്യൻ റെപ്രസെൻറ്റേഷൻ. ഇനി ഈ 2+3 നമ്മൾ 2+3 നമുക്ക് പോളാർ ഫോമിൽ എക്സ്പ്രസ് ചെയ്യാം. എന്താണ് പോളാർ ഫോം എന്ന് നോക്കാം. ഇതിനെ നമുക്ക് പോളാർ ഫോമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും. എന്താ പോളാർ ഫോം നോക്കിക്കോളെ. ഈ പോയിന്റിലെ എക്സും വൈയും കൊണ്ട് കൂട്ടിമുട്ടുന്ന ഈ സ്ഥലത്തിന് നമ്മൾ ഒറിജിൻ അഥവാ 0 എന്ന് പറയും. ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ഈ ദൂരത്തിന് നമ്മൾ എന്ത് വിളിക്കും? അതിനെ നമ്മൾ ആ ഡിസ്റ്റൻസ് നമുക്ക് കാണാം. ഇതൊരു മട്ടത്രികോണല്ലേ, റൈറ്റ് ട്രയാങ്കിൾ അല്ലേ. അപ്പോൾ ഇതിന് നമ്മൾ √2² + 3² കണ്ടാൽ പോരെ. √base² + height². ഇത് 2 ഇത് 3 അല്ലേ. ഇത് റൈറ്റ് ട്രയാങ്കിൾ ആയതുകൊണ്ട് ഇത് കർണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ base². അപ്പോൾ ഇതൊരു XY ആണെങ്കിൽ, ഇതൊരു XY എന്നുള്ള കോർഡിനേറ്റ് ആണെങ്കിൽ ഇതെന്താ ഉണ്ടാകുക? √S² + y². അപ്പോൾ ഈ ഒറിജിൻ നിന്ന് ഇവിടത്തേക്കുള്ള ഈ പോയിന്റിലേക്കുള്ള ദൂരത്തിന് നമ്മൾ സൂചിപ്പിക്കുക R എന്ന് പറഞ്ഞ ലെറ്റർ ഉപയോഗിച്ചാൽ. ഈ ഡിസ്റ്റൻസ് എന്താണ്? R ആണ്. പിന്നെ ഇത് എക്സ് ആക്സ് അല്ല. ഈ എക്സ് ആക്സിന് ഇവിടത്തേക്കൊരു ചെരിവില്ലേ, ഈ ചോപ്പ് ലൈന്, അതിനെ നമ്മൾ തീറ്റ എന്ന് വിളിക്കും. അച്ഛ ലൈന്. ഈ ആറും ഇവിടുന്ന് ഒറിജിനിൽ ഇവിടത്തേക്കുള്ള ദൂരം, ആ ദൂരത്തിന് ആറെന്ന് വിളിക്കും. ഈ എക്സ് ആക്സിന് ഇവിടത്തേക്കുള്ള ചെരിവിന് നമ്മളെന്ത് വിളിക്കും? തീറ്റ എന്ന് വിളിക്കും. ഇത് രണ്ടും കൂടി ചേർന്ന് നമ്മൾ എന്താ പറയുക? പോളാർ ഫോം എന്ന് പറയും. r/θ വെച്ചിട്ട് നമ്മൾ ഒരു കോംപ്ലക്സ് നമ്പറിനെ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെന്ത് വിളിക്കുക? അതിനെ നമ്മൾ വിളിക്കുന്നതാണ് പോളാർ ഫോം. അതിനെ നമ്മൾ പോളാർ ഫോം എന്നാണ് വിളിക്കുക. അപ്പോൾ ഉദാഹരണം ഒന്നും കൂടി ഞാൻ പറയാം. ഇപ്പോൾ ഒരു കോംപ്ലക്സ് നമ്പർ 4+5y. അപ്പോൾ നമ്മൾ എന്തെടുക്കും? ഇത് എക്സ് ആണ്, ഇത് റിയൽ പാർട്ട്, ഇത് ഇമാജിനറി പാർട്ട്. അപ്പോൾ ഇവിടുന്ന് ഇത് ഒറിജിനാണ്. ഇവിടുന്ന് 4 ഡിസ്റ്റൻസ് വിടാം, 5 മുകളിലേക്ക്. അപ്പോൾ ഈ പോയിന്റ് നമ്മൾ ഇവിടെ അങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒറിജിനിൽ നിന്ന് ഈ ദൂരം കണ്ടുപിടിക്കുക. ഒറിജിനിൽ നിന്ന് ഇവിടത്തേക്കുള്ള ദൂരം അതെന്തിനായിട്ട് ഇത് 4 ഇത് 5 ആയതുകൊണ്ട് ഇത് √4² + 5². ദാറ്റ് ഈസ് √16 + 25. ഓക്കെ. അപ്പോൾ ഇതാണ് ഈ ഡിസ്റ്റൻസ് ആണ്. 25 16 കൂട്ടി അതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുക. ഈ ഡിസ്റ്റൻസിനാണ് നമ്മൾ ഇവിടുന്ന് ഡിസ്റ്റൻസ്. ഈ പോയിന്റ് നമ്മൾ കോംപ്ലക്സ് നമ്പറിനെ സെറ്റ് എന്ന് വിളിക്കും. സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? 4+5y ആണ്. അപ്പോൾ ഈ ദൂരം 4+5y. പിന്നെ ഇവിടുന്ന് ഈ ആംഗിളില്ലേ തീറ്റ കണ്ടുപിടിക്കാൻ ഒരു ചെറിയ എളുപ്പമുണ്ട്. ഇത് റൈറ്റ് ട്രയാങ്കിൾ അല്ലേ. ഈ റൈറ്റ് ട്രയാങ്കിളിൽ ടാൻ തീറ്റ കണ്ടു കഴിഞ്ഞാൽ എന്താ കിട്ടുക? ടാൻ തീറ്റ അപ്ലൈ ചെയ്ത് നോക്കുന്നത് അവിടെ. ടാൻ തീറ്റ എന്താ പറയുക? ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് 5/4. അപ്പോൾ തീറ്റ എന്ത് വരും? തീറ്റ = tan inverse of 5/4. തീറ്റ = tan inverse of 5/4. അപ്പോൾ തീറ്റയും കണ്ടുപിടിക്കുക. ചെരിവ് എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസ്. ഈ പോയിന്റ്, ഈ സെറ്റ് എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് നമ്പർ ഇവിടെയല്ല നിൽക്കുന്നത്. ഈ ഒറിജിൻ നമ്മൾ ഇവിടത്തേക്ക് ഒരു വര വരച്ച് കഴിഞ്ഞാൽ അത് എക്സ് ആക്സിസുമായിട്ട് എത്ര ചെരിഞ്ഞിട്ടാണ് കിടക്കുന്നത്. എക്സ് ആക്സിസായിട്ട് തീറ്റ ഡിഗ്രി അല്ലേ. ആ തീറ്റ കണ്ടുപിടിക്കുക, ആ ചെരിവ് കണ്ടുപിടിക്കുക. ആ ചെരിവും ഒറിജിനിൽ നിന്ന് ആ കോംപ്ലക്സ് നമ്പറിൻ്റെ ദൂരം, അതിനെ ആറെന്ന് വിളിക്കുക. അതും കൂടി ചേർന്നിട്ട്, അപ്പോൾ ഒറിജിനിൽ ആ ദൂരവും എക്സ് ആക്സിസിൻ്റെ ചെരിവും കൂടി ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ഫോമായി? അതിനെ വിളിക്കുന്ന പേര് പോളാർ ഫോം എന്ന് പറയാം. അപ്പോൾ ഏത് കോംപ്ലക്സ് നമ്പർ നമുക്ക് തന്നു കഴിഞ്ഞാലോ അതിനെ നമുക്ക് കാർട്ടീഷ്യൻ ഫോമിലും പോളാർ ഫോമിലും നമുക്ക് എഴുതാൻ സാധിക്കും. അതിനെ എങ്ങനെയൊക്കെ എഴുതാൻ സാധിക്കും? കാർട്ടീഷ്യൻ ഫോമിലും പോളാർ ഫോമിലും നമുക്ക് എഴുതാൻ സാധിക്കും. ഓക്കെ. അപ്പോൾ അത് 2 സംഗതികൾ നമ്മളൊന്ന് ഓർമ്മിച്ച് വെക്കുക.
ഓക്കെ, അപ്പോൾ ഈ ബേസിക് ആയിട്ടുള്ള ഒരു ടാൻ തീറ്റ പോളാർ ഫോമും കാർട്ടീഷ്യൻ ഫോമും എന്താണെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റുകളിലൂടെ ഒന്ന് ഓടിച്ചുകൊണ്ട് പോകണേ. എന്നിട്ട് എന്നാൽ മാത്രമേ നമുക്ക് അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ ശരിക്കും മനസ്സിലാവും. അപ്പോൾ ഞാനൊന്ന് സ്പീഡപ്പ് ആക്കുന്നുണ്ട്. സിമ്പിളാണ് സംഗതികൾ. ഇവിടെ നമ്മൾ ഫസ്റ്റ് പേജാണ് കോംപ്ലക്സ് നമ്പർ. എന്താണ് കോംപ്ലക്സ് നമ്പർ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ എൻ എക്സ്പ്രഷൻ ഓഫ് ദ ഫോം എക്സ് പ്ലസ് ഐ വൈ വേർ എക്സ് ആൻഡ് വൈ ആർ റിയൽ നമ്പേഴ്സ് ആൻഡ് ഐ ഈസ് ഈക്വൽ റൂട്ട് മൈനസ് 1. ഐ എന്ന് പറഞ്ഞാൽ എന്താ? സ്ക്വയർ റൂട്ട് ഓഫ് -1. നമുക്ക് അറിയുന്ന കാര്യം അതൊക്കെ. ഐ എന്ന് പറഞ്ഞാൽ -1. അതിനെയാണ് നമ്മൾ കോംപ്ലക്സ് നമ്പറിൻ്റെ ജനറൽ ആയിട്ടുള്ള ഫോം. അതിന് ഡിനോട്ട് ചെയ്യുന്നത് എക്സ് പ്ലസ് ഐ വൈ ആണ്, വേറെ എക്സ് ആൻഡ് വൈ ആർ. അപ്പോൾ ഇതാണ് മെയിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത്. ഓക്കെ, പിന്നെ ഇക്വാളിറ്റി ഓഫ് കോംപ്ലക്സ് നമ്പർ. രണ്ട് കോംപ്ലക്സ് നമ്പർ ഈക്വൽ ആണെങ്കിൽ, ഒരു സെറ്റ് 1 എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറും ഒരു സെറ്റ് 2 എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ ഈക്വൽ ആണെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും x1 = x2 ആയിരിക്കണം, y1 = എന്തായിരിക്കണം? y2. സെറ്റ് 1 സെറ്റ് 2 ഈക്വൽ ആണ്. എൻ്റെ റിയൽ പാർട്ട് x1 x2 ഈക്വൽ ആയിരിക്കും, y1 y2 എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇനി കോൺജുഗേറ്റ് ഓഫ് സെറ്റ്. എന്താ കോൺജുഗേറ്റ്? ഈ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിങ്ങനെ പറഞ്ഞ് ഇങ്ങനെ അങ്ങ് പോകണം. അപ്പോൾ അത് നിങ്ങൾ കേട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. ഓക്കെ, അപ്പോൾ കോൺജുഗേറ്റിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാം. എന്താ കോൺജുഗേറ്റ്? കോൺജുഗേറ്റ് എന്ന് പറയുന്നത്, ഇവിടെ നമുക്കൊരു 2 + 3i എന്ന് പറയുന്നൊരു പോയിൻ്റ് ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ ഇവിടുന്ന് ഇത് നമ്മളിങ്ങനെ മാർക്ക് ചെയ്താൽ ഇങ്ങനെ ഉണ്ടാവും. ഇതാണ് പോയിൻ്റ് സെറ്റ്. ഇത് സെറ്റ് എന്ന് വിളിക്കുക. ഈ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ ഇത് കണ്ണാടിയാണ് വിചാരിച്ചോ. ഈ സാധനം ഒരു കണ്ണാടി. നമ്മൾ എക്സ് ആക്സ് ഒരു കണ്ണാടിയാണെങ്കിൽ, എക്സ് ആക്സ് ഇതൊരു കണ്ണാടിയായിട്ട് വർക്ക് ചെയ്താൽ ഈ കോംപ്ലക്സ് നമ്പർ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അതിൻ്റെ റിഫ്ലക്ഷൻ ഇമേജ് നമുക്ക് ഇവിടെ കാണാം. ഇതിൻ്റെ റിഫ്ലക്ഷൻ ഇമേജ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതിന് നമ്മൾ ഇത് സെറ്റ് എന്നാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ ഇതിനെ നമ്മൾ സെറ്റ് ബാർ എന്നാണ് പറയുക. അത് 2 - 3i ആയിരിക്കും. എന്തായിരിക്കും? 2. അപ്പോൾ ഇത് തീറ്റയാണ് വെച്ച് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. എക്സ് ആക്സ് ആയിട്ട് നമ്മളെ കോംപ്ലക്സ് നമ്പറായ സെറ്റ് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ. ഇങ്ങനെ നമ്മൾ ഇതിന് ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറയും. നമ്മുടെ ക്ലോക്ക് സാധാരണ വീട്ടിലിരിക്കുന്ന ക്ലോക്ക് തിരിയുന്നില്ലേ, ആ ക്ലോക്ക് ഇങ്ങനെ തിരിയുമ്പോൾ അതിനെ തീറ്റ. നമ്മളെപ്പോഴും ഇങ്ങനെ എടുക്കുക ആംഗിൾ. ഇതിനെ നമ്മൾ വിളിക്കുന്നത്, ഇങ്ങനെ എടുക്കുന്നതിന് ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറയാം. ക്ലോക്ക് തിരിയുന്നതിൻ്റെ എതിർ ദിശയിൽ നമ്മൾ ആംഗിൾ മെഷർ ചെയ്യും. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണെങ്കിൽ ഇത് ക്ലോക്ക്, ഇത് തീറ്റയാണെങ്കിൽ താഴോട്ടേക്കുള്ള സാധനം -θ എന്ന് പറയും. ഇത് തീറ്റയാണെങ്കിൽ താഴോട്ടേക്കുള്ള സാധനം എന്തായിരിക്കും? -θ ആയിരിക്കും. ഓക്കെ, അപ്പോൾ തീറ്റയും -θ ഈ രണ്ട് സംഗതികൾ നമുക്ക് നോട്ട് ചെയ്യാം. ഇനി അപ്പോൾ ഇത് സെറ്റാണ്. ഇതിനെ വിളിക്കുന്ന പേരെന്താണ്? സെറ്റ് കോൺജുഗേറ്റ്. ഇതിൻ്റെ റിഫ്ലക്ഷൻ ഇമേജാണിത്. ഇനി വേറൊരു സാധനം നോക്കാം. ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട്, -2 + 3i. ആ പോയിൻ്റ് ഇവിടെ ഉണ്ടാവുക. -2 + 3i വരെ ഇവിടെ അല്ലേ? ഇതാണ് ഒറിജിനൽ. അത് ഈ കോംപ്ലക്സ് നമ്പറുകൾ ദൂരം. ഇത് സെറ്റാണെങ്കിൽ ഇത് ഒരു മിററാക്കി കൺസിഡർ ചെയ്യാം. ഇതൊരു മിററാണെങ്കിൽ ഇതിൻ്റെ മിറർ ഇമേജ് കാണും ഇവിടെ. സെറ്റ് = -2 - 3i. ജസ്റ്റ് ഐനെ എന്താക്കുക? -i കൊടുത്താൽ മതി. അപ്പോൾ നമുക്കതിൻ്റെ മിറർ ഇമേജ് കിട്ടും. ഐനെ എന്താക്കുക? -i ആക്കി കഴിഞ്ഞാൽ ഈ സാധനം കിട്ടി. ഇത് 3i ആണെങ്കിൽ അവിടെ ഐക്ക് -i എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ റിഫ്ലക്ഷൻ ഇമേജ് കിട്ടും. ഓക്കെ, ഇനി ഇതിൻ്റെ റിഫ്ലക്ഷൻ ഇമേജ് ആരാ? ഇതിൻ്റെ ആണെങ്കിൽ ചോദിച്ചെങ്കിൽ ജസ്റ്റ് ഇട്ട് നെഗറ്റീവ് ആക്കുമ്പോൾ ഇത് കിട്ടും. അപ്പോൾ ഇത് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ്? റിഫ്ലക്ഷൻ ഇമേജ്. ഏതാണ് മിറർ എക്സ് ആക്സിസ് ആണ്. ഇത് തമ്മിൽ എന്താണ്? റിഫ്ലക്ഷൻ ഇമേജ്. ഇതിൻ്റെ മിറർ എന്ന് പറയുന്ന സാധനം ആരാണ്? എക്സ് ആക്സിസ് ആണെന്ന് നമ്മൾ ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, ഇനി ഇതാണ് കോൺജുഗേറ്റ് എന്ന് പറയുന്ന സാധനം. ഇപ്പോൾ കോൺജുഗേറ്റ് എന്താണെന്ന് ജസ്റ്റ് പഠിച്ച്, ഇനി നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് കോൺജുഗേറ്റ് ഓഫ് സെറ്റ്. ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ പഠിക്കണം. പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? പ്രോപ്പർട്ടീസ് ഓഫ് കോൺജുഗേറ്റ് ഓഫ് സെറ്റ്. പ്രോപ്പർട്ടീസ് ഓഫ് കോൺജുഗേറ്റ് ഓഫ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഈ സാധനങ്ങൾ ആ ബുക്കിലുണ്ട്. ആ ബുക്കിൽ നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പഠിക്കും. Z1 + Z2 ± കോൺജുഗേറ്റ് Z1 കോൺജുഗേറ്റ് ± Z2 കോൺജുഗേറ്റ്. ആ 1 2 3 4 5 ആ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. Z1 + Z2 ഹോൾ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ Z1 Z2 കൂട്ടി ഹോൾ കോൺജുഗേറ്റ് എടുക്കുന്നത് എന്തിന് സെയിമാ? Z1 കോൺജുഗേറ്റ് + Z2 കോൺജുഗേറ്റ്. എന്താ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ Z1 = 2 + 3i എടുത്ത്
സെറ്റ് ടു ഈക്വൽ ടു 5+10i എടുത്തു. ഇനി ഈ സെറ്റ് വൺ സെറ്റും കൂട്ടുക, സെറ്റ് വൺ കൂട്ടണം സെറ്റ് ടു. അപ്പോൾ ഇത്ര ഒരു 5 7 13. ഇനി ഇതിൻ്റെ കോൺജുഗേറ്റ് എടുക്കുക, സെറ്റ് വൺ പ്ലസ് സെറ്റ് ടു. ഇതിൻ്റെ കോൺജുഗേറ്റ് എടുത്താൽ എന്ത് വരും? സെറ്റ് വൺ പ്ലസ് ഇത് സെറ്റ് വൺ പ്ലസ് സെറ്റ് ടു അല്ലേ? സെറ്റ് വൺ പ്ലസ് സെറ്റ് ടു കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? 7 - 3i അല്ലേ? ഇനി ഇത് എന്തിന് സെയിമാ? നമ്മൾ സെറ്റ് വൺ കോൺജുഗേറ്റും സെറ്റ് ടു കോൺജുഗേറ്റ് എടുത്തിട്ട് കൂട്ടുന്നതിന് സെയിമാ. സെറ്റ് വൺ കോൺജുഗേറ്റ് എത്രയാ? സെറ്റ് വൺ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ 2 - 3i. സെറ്റ് ടു കോൺജുഗേറ്റ് എന്താ? 5 - 10i. രണ്ടും കൂടെ കൂട്ടിയാൽ എന്ത് വരും? 2 5 7. സെറ്റ് വൺ കോൺജുഗേറ്റ് പ്ലസ് സെറ്റ് ടു കോൺജുഗേറ്റ് 5 × 2 7 -3i 13i ആണ്. 7 + 13i -10ഉം -3i -13i. അപ്പോൾ ഇതാണ് പ്രോപ്പർട്ടി. ജസ്റ്റ് ഇങ്ങനെ പഠിച്ചു വെക്കുക. സെറ്റ് വൺ പ്ലസ് സെറ്റ് ടു ഹോൾ കോൺജുഗേറ്റ് കേട്ട് സെറ്റ് വൺ കോൺജുഗേറ്റ് പ്ലസ് സെറ്റ് ടു കോൺജുഗേറ്റ്. ഇനി ഇവിടെ സെറ്റ് വൺ മൈനസ് സെറ്റ് ടു കോൺജുഗേറ്റ് ആണെങ്കിലോ? സെറ്റ് വൺ മൈനസ് സെറ്റ് ടു കോൺജുഗേറ്റ് ആണെങ്കിലും സെറ്റ് വൺ കോൺജുഗേറ്റ് മൈനസ് സെറ്റ് ടു കോൺജുഗേറ്റ് ഇങ്ങനെ കിട്ടും. അപ്പോൾ ഈ ഒന്ന് ഇത്. ഇനി സെറ്റും സെറ്റ് കോൺജുഗേറ്റ് കൂട്ടിയാൽ എന്താ കിട്ടുക? അത് നിങ്ങളൊന്ന് ഓർമ്മിച്ച് പഠിച്ചു വെക്കണേ. സെറ്റും അതിൻ്റെ സെറ്റ് കോൺജുഗേറ്റ് കൂട്ടുക. സെറ്റ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് ഐ വൈ എന്ന് വിചാരിച്ചോ. സെറ്റ് എക്സ് പ്ലസ് ഐ വൈ. സെറ്റ് കോൺജുഗേറ്റ് എന്ന് പറഞ്ഞതാ എക്സ് മൈനസ് ഐ വൈ. ഇത് രണ്ടും കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? 2x കിട്ടൂലേ? 2 × എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? റിയൽ പാർട്ട് ഓഫ് സെറ്റാ. എക്സ് എന്ന് പറഞ്ഞാൽ സെറ്റിൻ്റെ റിയൽ പാർട്ടല്ലേ? അപ്പോൾ സെറ്റ് പ്ലസ് സെറ്റ് കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി? 2 × റിയൽ പാർട്ട് ഓഫ് സെറ്റ്. സെറ്റ് പ്ലസ് സെറ്റ് കോൺജുഗേറ്റ് കിട്ടി 2 × റിയൽ പാർട്ട് ഓഫ് സെറ്റ്. സെറ്റ് മൈനസ് സെറ്റ് കോൺജുഗേറ്റോ? സെറ്റ് മൈനസ് സെറ്റ് കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ സെറ്റ് മൈനസ് സെറ്റ് കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ സെറ്റ് എക്സ് പ്ലസ് ഐ വൈ ആണെന്ന് വിചാരിച്ചാൽ. മൈനസ് സെറ്റ് കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് ഐ വൈ. രണ്ടും കൂടെ ആഡ് ചെയ്താൽ എക്സ് പ്ലസ് ഐ വൈ മൈനസ് എക്സ് പ്ലസ് ഐ വൈ. രണ്ടും കട്ട് ചെയ്ത് പോയി. 2iy ദാറ്റ് ഈസ് ഈക്വൽ ടു i × 2y അല്ലേ? i × 2i × റിയൽ പാർട്ട് ഓഫ് അല്ല ഇമാജിനറി പാർട്ട് ഓഫ് സെറ്റ്. ഇമാജിനറി പാർട്ട് ഓഫ് സെറ്റ് 2i × ഇമാജിനറി പാർട്ട് ഓഫ് സെറ്റ്. 2i × ഇമാജിനറി പാർട്ട് ഓഫ് സെറ്റ്. ഇനി സെറ്റ് വൺ ഇൻറ്റു സെറ്റ് ടു ഹോൾ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്തിന് സെയിമാണ്? സെറ്റ് വൺ കോൺജുഗേറ്റ് ഇൻറ്റു സെറ്റ് ടു കോൺജുഗേറ്റ്. സെറ്റ് വൺ സെറ്റ് ടു ഹോൾ കോൺജുഗേറ്റ് എന്തിന് സെയിമാണ്? സെറ്റ് വൺ കോൺജുഗേറ്റിന് സെറ്റ് ടു കോൺജുഗേറ്റിന് ഗുണിച്ചാൽ കിട്ടുന്നത്. രണ്ട് കോംപ്ലക്സ് നമ്പർ എടുത്ത് പ്രോഡക്റ്റ് എടുത്തിട്ട് അതിൻ്റെ കോൺജുഗേറ്റ് കാണുന്നു. ഓരോന്നിൻ്റെ കോൺജുഗേറ്റ് കണ്ടിട്ട് പ്രോഡക്റ്റ് ചെയ്യുന്നു. രണ്ടും സെയിമാണ്. സെറ്റ് വൺ ബൈ സെറ്റ് ടു ഹോൾ കോൺജുഗേറ്റ് എന്തിന് സെയിമാണ്? ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സെറ്റ് വൺ ബൈ സെറ്റ് ടു ഹോൾ കോൺജുഗേറ്റ് ഓരോ ഇൻഡിവിജ്വലായിട്ട് കണ്ടിട്ട് ഹരിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സെറ്റ് വൺ ബൈ സെറ്റ് ടു ഹോൾ കോൺജുഗേറ്റ് സെറ്റ് വൺ ബൈ കോൺജുഗേറ്റ് ബൈ സെറ്റ് ടു കോൺജുഗേറ്റ് എന്താണ്? സെയിമാണ്. സെറ്റ് കോൺജുഗേറ്റ് ഒരു കോംപ്ലക്സ് നമ്പർ 2 പ്രാവശ്യം കോൺജുഗേറ്റ് എടുത്താൽ എന്താ വരിക? സെറ്റ് കോൺജുഗേറ്റ് എന്ത് വരും? സെറ്റ് വരും. അതിൻ്റെ അർത്ഥം എന്താ? ഇപ്പോൾ ഒരു 5 + 10i ഇതൊരു സെറ്റാണ് കോംപ്ലക്സ് നമ്പർ. അതിൻ്റെ കോൺജുഗേറ്റ് സെറ്റ് കോൺജുഗേറ്റ് ഇവിടെ അല്ല ഉണ്ടാകുക. 5 - 10i ഇത് സെറ്റ്, ഇത് സെറ്റ് കോൺജുഗേറ്റ്. ഇനി ഇതിനെ പിന്നെ കോൺജുഗേറ്റ് എടുക്കുന്ന i മാറ്റി എന്താക്കിയായി -i കൊടുത്താൽ ആരെ കിട്ടും? പിന്നെ അത് തന്നെ കിട്ടൂലേ? ഇവിടെ ഐക്ക് പകരം -i കൊടുത്താൽ 5 - 10 × ഐക്ക് പകരം -i കൊടുക്കുക. അപ്പോൾ 5 + 10i കിട്ടൂലേ? മൈനസും പ്ലസ് ആവില്ലേ? അപ്പോൾ 5 + 10 ആയിട്ട് ഇപ്പോൾ സെറ്റ് കോൺജുഗേറ്റ് പിന്നെയും കോൺജുഗേറ്റ് എടുത്താൽ സെറ്റ് തന്നെ കിട്ടും. അപ്പോൾ ഇതാണ് സെറ്റ് കോൺജുഗേറ്റ് എന്താ? സെറ്റാണ്. സെറ്റ് കോൺജുഗേറ്റ് ഈക്വൽ ടു സെറ്റ്. അടുത്തത് മോഡുലസ് ഓഫ് എ സെറ്റ്. ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ എന്താ? അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നമ്മളെ മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ എന്താ? ഇപ്പോൾ ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത് ഇത് സെറ്റാണ്. ഇത് എക്സ് പ്ലസ് ഐ വൈ ആണ്. മോഡുലസ് ഓഫ് സെറ്റ് എന്ന് പറയുന്നത് ഈ ദൂരമാണ്. ഏത് ദൂരം? ഈ ഒറിജിനിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ദൂരം. ഇതല്ലേ കോംപ്ലക്സ് നമ്പർ എക്സ്. അപ്പോൾ ഈ ദൂരത്തിന് എന്ത് വിളിക്കുന്നത്? മോഡുലസ് ഓഫ് സെറ്റ്. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കുക? നമുക്കറിയാം ഈ ദൂരം എക്സ് അല്ലേ, ഈ ദൂരം വൈ അല്ലേ. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ മട്ടത്രികോണമായതുകൊണ്ട് √(x² + y²). അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതാണ് എന്ത്? മോഡുലസ്. മോഡുലസിനെ നമ്മളിങ്ങനെ സൂചിപ്പിക്കുക. മോഡുലസ് ഓഫ് സെറ്റ് ഈസ് ഈക്വൽ ടു √(x² + y²). മോഡുലസ് ഓഫ് സെറ്റ് ഈസ് ഈക്വൽ ടു √(x² + y²). ഇനി മോഡുലസ് ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതിൻ്റെ മോഡുലസ് ഓഫ് സെറ്റിൻ്റെ പ്രോപ്പർട്ടീസാണ്. പ്രോപ്പർട്ടീസ് ഓഫ് മോഡുലസ് ഓഫ് സെറ്റ് എന്തൊക്കെയാണ് വേണം? പ്രോപ്പർട്ടീസ് ഓഫ് മോഡൽ ഈ സാധനം മുഴുവൻ നിങ്ങൾ പഠിക്കണം. വളരെ ഇമ്പോർട്ടൻ്റാണ്.
പ്രോപ്പർട്ടീസ് ഓഫ് മോഡുലസ് ഓഫ് സെറ്റ്. എന്താ പ്രോപ്പർട്ടീസ് ഓഫ് മോഡുലസ് ഓഫ് സെറ്റ്? മോഡുലസ് ഓഫ് Z1 Z2 is equal to modulus of Z1 into modulus of Z2. അതായത് രണ്ട് കോംപ്ലക്സ് നമ്പർ, ഒന്ന് Z1 ഒന്ന് Z2 എടുക്കുക. Z1നെ Z2നെ മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ മോഡുലസ് എടുക്കുക. അത് എന്തിന് സെയിമാണ്? Z1ൻ്റെ മോഡുലസും Z2ൻ്റെ മോഡുലസും കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് സെയിമാണ്. മോഡുലസ് ഓഫ് Z1 Z2 എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് Z1 ഇൻറ്റു മോഡുലസ് ഓഫ് Z2. ഓക്കെ, അപ്പോൾ ഇങ്ങനെ മോഡുലസ് ഓഫ് സെറ്റിൻ്റെ പ്രോപ്പർട്ടീസ്. മോഡുലസ് ഓഫ് സെറ്റ് റേഷ്യോ വളരെ ഇമ്പോർട്ടൻ്റ് പ്രോപ്പർട്ടി, രണ്ടാമത്തെ പ്രോപ്പർട്ടി. മോഡുലസ് ഓഫ് സെറ്റ് റേസ് ടു എന്ന് പറഞ്ഞാൽ മോഡ് സെറ്റ് ഹോൾ റേസ് ടു എന്ന്. മോഡുലസ് ഓഫ് സെറ്റ് റേസ് ടു എന്ന് പറയുന്നത് മോഡ് സെറ്റ് ഹോൾ റേസ് ടു എന്ന് സെയിമാണ്. മോഡുലസ് ഓഫ് സെറ്റ് റേസ് ടു എന്ന്, സെറ്റ് റേസ് ടു എന്ന് പറയുന്ന സാധനത്തിൻ്റെ മോഡുലസ്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ സെറ്റ് ഈസ് ഈക്വൽ ടു 2 + 3 ആയി. അപ്പോൾ മോഡുലസ് ഓഫ് സെറ്റ് സ്ക്വയറിൻ്റെ മോഡുലസും മോഡുലസ് ഓഫ് സെറ്റ് എടുത്തിട്ട് സ്ക്വയർ ചെയ്താൽ രണ്ടും സെയിം ആയിരിക്കും ആൻസർ. സെറ്റിൻ്റെ സ്ക്വയർ വേണം, ഇതിൻ്റെ അതിൻ്റെ മോഡുലസ് എടുക്കുക. അതിന് പകരം മോഡുലസ് ഓഫ് സെറ്റ് എടുത്ത് മോഡുലസ് സെറ്റ് എത്തിയപ്പോൾ ഇതിൻ്റെ മോഡുലസ് ഓഫ് സെറ്റ് √3² + 4² അല്ല, √9 + 16 അല്ലേ, √25 അല്ലേ, √25. അപ്പോൾ ഇതിൻ്റെ മോഡുലസ് സെറ്റ് എന്ന് പറഞ്ഞാൽ √25, √25 അതിൻ്റെ സ്ക്വയർ. √25ൻ്റെ മോഡുലസ് സെറ്റിൻ്റെ സ്ക്വയർ അല്ലേ, √25 സ്ക്വയർ 3 25. അതെന്തിന് സെയിമാണെന്ന് പറഞ്ഞാൽ മോഡ് സെറ്റ് സ്ക്വയർ. ഇതിനെ സ്ക്വയർ ചെയ്താൽ എന്താ വരിക? 2 + 3 ഇതിനെ സ്ക്വയർ ചെയ്യുക. അപ്പോൾ a + b ഹോൾ സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ചെയ്താൽ മതി. a² + 2ab + b². a² 4, 2 3 6 12 12i + 9i². i² -1, 9i² അല്ല, i² എന്ന് പറഞ്ഞാൽ -1, i എന്ന് പറഞ്ഞാൽ √-1 അപ്പോൾ i² -1 നിങ്ങൾക്ക് അറിയാം. അപ്പോൾ 12i -9 ഉണ്ട്. ഇപ്പോൾ -5 + 12i വരും. അപ്പോൾ -5 + 12i അല്ലേ വന്നേ, -5 + 12. ഇപ്പോൾ മോഡ് സെറ്റ് സ്ക്വയർ അല്ല വേണ്ടേ, മോഡുലസ് ഓഫ് സെറ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മോഡുലസ് കണ്ടുപിടിക്കുക. ഇത്ര ഒരു -5ൻ്റെ സ്ക്വയർ + 12ൻ്റെ സ്ക്വയർ ഇത്ര വരും. -5ൻ്റെ സ്ക്വയർ √25, 12ൻ്റെ സ്ക്വയർ 144. അപ്പോൾ മോഡുലസ് ഓഫ് സെറ്റ് റേസ് ടു മോഡ് സെറ്റ് റേസ് ടു എന്നല്ല, -5 ഇനി ഇതിൻ്റെ മോഡുലസ് എടുക്കും. ഇതാണ് സെറ്റ് സ്ക്വയർ. പന്ത്രണ്ട് സ്ക്വയർ 144 + 25 169 13 വരുന്നത്. മോഡുലസ് ഓഫ് സെറ്റ് എത്രയാണ്? മോഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ √2ൻ്റെ സ്ക്വയർ 4, 3ൻ്റെ സ്ക്വയർ 9, √13. അപ്പോൾ മോഡുലസ് ഓഫ് സെറ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 13. ഇപ്പോൾ രണ്ട് സെയിമാണ്, റെഡിയാണ്, 13. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? മോഡ് സെറ്റ് റേസ് ടു n = മോഡ് സെറ്റ് ഹോൾ റേസ് ടു. ഇത് ശരിയാണ്, കുഴപ്പമില്ല. അപ്പോൾ അതുപോലെ നിങ്ങൾ ഈ റിസൾട്ട് മുഴുവൻ പഠിക്കണം. മോഡ് Z1 Z2 = മോഡ് Z1 ഇൻറ്റു മോഡ് Z2. മോഡ് സെറ്റ് റേസ് n = മോഡ് സെറ്റ് ഹോൾ റേസ് ടു. മോഡ് Z1 ഇതാണ് കോഷ്യൻ്റ്. ഇതിപ്പം പ്രോഡക്റ്റ് അല്ലേ, Z1 Z2 പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ ഇൻഡിവിജ്വലായി പ്രോഡക്റ്റ് ചെയ്ത് ചെയ്യുമ്പോൾ. മോഡ് സെറ്റ് റേസ് ടു എന്ന് പറഞ്ഞാൽ മോഡ് സെറ്റ് ഹോൾ റേസ് ടു. മോഡുലസ് ഓഫ് Z1 Z2 എന്ന് പറഞ്ഞാൽ എന്താ? മോഡ് Z1 / മോഡ് Z2 സെയിമാണ്.
സെറ്റ് കോൺജുഗേറ്റ് എന്താ? സെറ്റ് കോൺജുഗേറ്റ് സെറ്റ് കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ സെറ്റ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് ഐ വൈ അല്ലേ. സെറ്റ് കോൺജുഗേറ്റ് എന്താ? എക്സ് മൈനസ് ഐ വൈ അല്ലേ. ഇതിപ്പോൾ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോം അല്ലേ. അതുകൊണ്ട് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പോൾ എ സ്ക്വയർ മൈനസ് ഐ സ്ക്വയർ ഇൻറ്റു വൈ സ്ക്വയർ. ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാ? എസ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അപ്പോൾ സെറ്റ് കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ മോഡ് സെറ്റ് സ്ക്വയറാണ്. മോഡ് സെറ്റ് എത്രയാ? സെറ്റ് എക്സ് പ്ലസ് ഐ വൈ അല്ലേ. മോഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. മോഡ് സെറ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അപ്പോൾ നമുക്ക് മനസ്സിലായി സെറ്റ് കോൺജുഗേറ്റ് എന്തിനും സെയിമാണ്. ഇത് രണ്ട് സെയിം ആയില്ലേ. സെറ്റ് കോൺജുഗേറ്റ് സമയം എന്തിനും സെയിമാണ്? മോഡ് സെറ്റ് സ്ക്വയറിന് സെയിമാണ്. സെറ്റ് കോൺജുഗേറ്റ് മോഡ് സെറ്റ് സ്ക്വയറിന് സെയിമാണ്. ഇനി ഈ അവസാനത്തെ ഇനീക്വാലിറ്റി നമ്മൾ നോക്കണം. മോഡ് സെറ്റ് 1 മൈനസ് മോഡ് സെറ്റ് 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് സെറ്റ് 1 പ്ലസ് സെറ്റ് 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് സെറ്റ് 1 പ്ലസ് മോഡ് സെറ്റ് 2. ഈ ഒരു റിസൾട്ടാണ് നമുക്ക് ഇനി അടുത്ത് പഠിക്കേണ്ടത്. എന്താ അത്? മോഡ് വളരെ ഇമ്പോർട്ടൻ്റ് റിസൾട്ടാണ്. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് വെക്കുക. മോഡ് സെറ്റ് 1 മൈനസ് മോഡ് സെറ്റ് 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് സെറ്റ് 1 പ്ലസ് സെറ്റ് 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് സെറ്റ് 1 പ്ലസ് മോഡ് സെറ്റ് 2. അപ്പോൾ ഇതിങ്ങനെ ആലോചിക്കാനാണ് കുറച്ചും കൂടി എളുപ്പം. നോക്കിക്കൊള്ളാം നിങ്ങളെ. മോഡുലസ് ഓഫ് സെറ്റ് 1 മൈനസ് മോഡ് സെറ്റ് 2. ഈ മൈനസ് അല്ലേ. ദിസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് സെറ്റ് 1 പ്ലസ് സെറ്റ് 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് സെറ്റ് 1 പ്ലസ് മോഡ് സെറ്റ് 2. ഇവിടെ മൈനസ് അല്ലേ, ഇവിടെ പ്ലസ് ആണ്. അതിൻ്റെ നടുവിലാണ് മോഡുലസിൻ്റെ ഉള്ളിലുള്ള ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് സെറ്റ് 1 പ്ലസ് സെറ്റ് 2 എന്ന് പറയുന്ന സാധനം. ഇതിവിടെ മൈനസ്, ഇവിടെ പ്ലസ്. ഇതിൻ്റെ രണ്ടിൻ്റെ നടുവിലാണ് മോഡുലസ് ഓഫ് സെറ്റ് 1 പ്ലസ് ഓർ മൈനസ് 2 എന്നുള്ളത്. ഇവിടെ നമുക്ക് പ്ലസ്സിന് പകരം ഇവിടെ മൈനസും കൂടി വരാം. അപ്പോൾ മോഡ് സെറ്റ് 1 മൈനസ് മോഡ് സെറ്റ് 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താണ്? മോഡ് സെറ്റ് 1 മൈനസ് സെറ്റ് 2 ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് സെറ്റ് 1 പ്ലസ് മോഡ് സെറ്റ് 2. അപ്പോൾ ഇവിടെ പ്ലസ് വരുമ്പോഴും മൈനസ് വരുമ്പോൾ ഈ ഇനീക്വാലിറ്റി ഹോൾഡ് ചെയ്യും. ഇവിടെ പ്ലസ് വരുമ്പോഴും ഇവിടെ മൈനസ് വരുമ്പോഴും ഈ സാധനം ഇനീക്വാലിറ്റി ഹോൾഡ് ചെയ്യും എന്ന് മനസ്സിലാക്കുക. എന്ന് പറഞ്ഞാൽ മോഡ് സെറ്റ് 1 മൈനസ് മോഡ് സെറ്റ് 2 രണ്ട് ഇക്വേഷനാണ്. ഒന്ന് ഇത് അങ്ങനെ പഠിക്കുക, സെറ്റ് 1 പ്ലസ് സെറ്റ് 2 ലെസ് ദാൻ ആയിക്കോട്ടെ. ഇതിൻ്റെ നെഗറ്റീവ് ചിഹ്നം ഇവിടെ പ്ലസ് ആക്കിയിട്ട് ഇവിടെ ഇങ്ങനെ ഓർമ്മിച്ച് വെക്കുക. ഇത് രണ്ടും ഇളകൂല. ഇവിടെ നമ്മൾ പ്ലസിന് പകരം മൈനസ് ഇട്ട് കൊടുത്താലും ഈ സാധനം ഹോൾഡ് ചെയ്യും. എന്ത് ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, രണ്ട് കോംപ്ലക്സ് നമ്പർ എടുത്താൽ ഈ സാധനം കറക്റ്റായിട്ട് വർക്ക് ചെയ്യും. നിങ്ങൾ എടുത്ത് നോക്കിയാൽ മതി. സെറ്റ് 1 രണ്ട് കോംപ്ലക്സ് നമ്പർ എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാം കേട്ടോ. ഇനി അടുത്ത നമുക്ക് വേണ്ടത് ആർഗ്യുമെൻറ്റ് ഓർ ആംപ്ലിറ്റ്യൂഡ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. എന്താണ് ആർഗ്യുമെൻറ്റ് ഓർ ആംപ്ലിറ്റ്യൂഡ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? അതാണ് നമ്മൾ ജസ്റ്റ് അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ ഇങ്ങനെ പഠിച്ച് ഇങ്ങനെ പോകണേ. ഇത് കുറച്ചൊരു ആദ്യം കേൾക്കുമ്പോൾ ഒരു സുഖമില്ലാത്തവരുണ്ടാവും. പക്ഷേ ഈ സാധനം ഇല്ലാതെ നമുക്ക് കോംപ്ലക്സ് നമ്പറിൻ്റെ അങ്ങോട്ടേക്കുള്ള സംഗതികളൊന്നും മൂവ് ആവില്ല. ഓക്കെ, അപ്പോൾ ഇത് വളരെ വൃത്തിയായിട്ട് ഇത് പഠിച്ച് ഇങ്ങനെ പോവുക. അപ്പോൾ ആർഗ്യുമെൻ്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്ന ഈ സാധനത്തിനെ കുറിച്ച് നമുക്ക് വിഷ്ണു പറയാം. ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് സാധനം എന്താ? നേരത്തെ ഞാൻ പറഞ്ഞ സാധനം തന്നെയാണ്. എക്സ്, ഇത് വൈ. ഒരു കോംപ്ലക്സ് നമ്പർ ഇവിടെ ഉണ്ട് എന്നിരിക്കുക, 2 + 5y. അപ്പം നമ്മൾ ഒറിജിൻ ഇവിടുത്തേക്ക് ഒരു വര വരക്കൂലേ? അപ്പോൾ ഇവിടുന്ന് ഈ എക്സ് ആക്സ് ഈ കോംപ്ലക്സ് നമ്പർ ഇവിടുന്ന് ഒറിജിനിൽ നിന്ന് കണക്ട് ചെയ്ത കോംപ്ലക്സ് നമ്പർ എക്സ് ആക്സായിട്ട് ഉണ്ടാക്കുന്ന ഈ റേൻ്റെ നമ്മുടെ ഉണ്ടാകുന്ന ഈ ചെരിവിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ആർഗ്യുമെൻറ്റ് അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് ഓഫ് സെഡ് എന്ന് പറയുന്നത് ഈ കോംപ്ലക്സ് നമ്പറിന് ആർഗ്യുമെൻറ്റ് അല്ലെങ്കിൽ അത് കാണാൻ എൻ്റെ സൂത്രവാക്യം ഇത് എക്സ് പ്ലസ് ഐ വൈ എന്നാണെങ്കിൽ ഇത് എക്സും ഇത് വൈ ആയിരിക്കുമല്ലോ. ഇപ്പോൾ ടാൻ തീറ്റ എടുത്തിട്ട് ഞാൻ പറഞ്ഞു തന്നില്ല. ടാൻ തീറ്റ എന്താ? ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻ്റ് എക്സ് അല്ല വൈ ബൈ എക്സ്. ഇത് വൈ, ഇത് എക്സ്. വൈ ബൈ എക്സ് അല്ലേ. അപ്പോൾ തീറ്റ എന്ത് വരും? ടാൻ ഇൻവേഴ്സ് ഓഫ് വൈ ബൈ എക്സ്. തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് വൈ ബൈ എക്സ്. ഇനി നമ്മൾ പഠിക്കേണ്ടത് ആ ചെരിവിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ്. എന്താണ് ആ ചെരിവിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. പ്രോപ്പർട്ടീസ് ഓഫ് ആർഗ്യുമെൻ്റ് ഓഫ് സെഡ്. ആ പ്രോപ്പർട്ടീസ് ഇവയാണ്. ഈ മൂന്നെണ്ണം പഠിക്കുക.
ആർഗ്യുമെൻറ്റ് ഓഫ് Z1 Z2 എന്ന് പറയുന്നത് ആർഗ്യുമെൻറ്റ് ഓഫ് Z1 പ്ലസ് ആർഗ്യുമെൻറ്റ് ഓഫ് Z2. ആർഗ്യുമെൻറ്റ് ഓഫ് Z⁻² എന്ന് പറയുന്നത് n ഇൻറ്റു ആർഗ്യുമെൻറ്റ് ഓഫ് Z. ആർഗ്യുമെൻറ്റ് ഓഫ് Z1 ബൈ Z2 എന്ന് പറയുന്നത് ആർഗ്യുമെൻറ്റ് ഓഫ് Z1 മൈനസ് ആർഗ്യുമെൻറ്റ് ഓഫ് Z2. ആർഗ്യുമെൻറ്റ് ഓഫ് Z1 ബൈ Z2 എന്ന് പറഞ്ഞാൽ എന്തിനു സെയിം? ആർഗ്യുമെൻറ്റ് ഓഫ് Z1 മൈനസ് ആർഗ്യുമെൻറ്റ് ഓഫ് Z2. ആർഗ്യുമെൻറ്റ് ഓഫ് Z1 Z2 എന്ന് പറഞ്ഞാൽ എന്ത് സെയിം? ആർഗ്യുമെൻറ്റ് ഓഫ് Z1 കൂട്ടണം ആർഗ്യുമെൻറ്റ് ഓഫ് Z2. ആർഗ്യുമെൻറ്റ് ഓഫ് Z⁻². Z⁻² അപ്പോൾ ആർഗ്യുമെൻറ്റ് Z² ആണെങ്കിൽ 2 ഇൻറ്റു ആർഗ്യുമെൻറ്റ് ഓഫ് Z സെയിം ആയിരിക്കും. ഓക്കെ. ഇനി ആർഗ്യുമെൻറ്റ് ഓഫ് Z1 ബൈ Z2 എന്താണ്? ആർഗ്യുമെൻറ്റ് ഓഫ് Z1 മൈനസ് ആർഗ്യുമെൻറ്റ് ഓഫ് Z2. അത് ചെരിവ്. ഈ ചെരിവിൻ്റെ പ്രോപ്പർട്ടീസ് നല്ല വൃത്തിയായിട്ട് പഠിച്ചു വെക്കുക. ഇനി പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ആർഗ്യുമെൻറ്റ് ഓഫ് Z എന്ന് പറയുന്ന സാധനമുണ്ട്. എന്താണ് പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ആർഗ്യുമെൻറ്റ് ഓഫ് Z? എന്താ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ആർഗ്യുമെൻറ്റ് ഓഫ് Z? നമ്മളിപ്പോൾ ഒരു കോംപ്ലക്സ് നമ്പർ നമ്മൾ എടുത്തു കഴിഞ്ഞാലേ, ഇപ്പോൾ ഉദാഹരണത്തിന് കോംപ്ലക്സ് നമ്പർ ഇവിടെയുള്ള ഞാൻ കോംപ്ലക്സ് നമ്പർ നമുക്ക് 1 + i എടുക്കും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ചെരിവ് കണ്ടുപിടിക്കാൻ നോക്കും. അപ്പോൾ ഇത് 1 ഇതും 1 അല്ലേ, ഇങ്ങോട്ട് 1 ഇങ്ങോട്ട് 1. ഇത് x ആക്സ്, ഇത് y ആക്സ്. ഇത് റിയൽ ആക്സിസ് എന്ന് പറയും, ഇത് ഇമാജിനറി ആക്സിസ് എന്ന് പറയും. അപ്പോൾ ഇത് 1 1. ഇപ്പോൾ ഇത് തീറ്റയാണ്. ഇപ്പോൾ ടാൻ തീറ്റ നമ്മൾ കണ്ടാൽ എന്ത് വരും? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് 1/1. ഇപ്പോൾ ടാൻ തീറ്റ 1 കിട്ടി. എപ്പോഴാണ് ടാൻ തീറ്റ 1 ആണെന്ന് ഓർമ്മ ഉണ്ടാ? തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് 1 ആകുമ്പോഴാണ്. ടാൻ ഇൻവേഴ്സ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ എന്താ? 45 ഡിഗ്രിയാണ്. ടാൻ 45 1 എന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ടാൻ 45 1 ആണ് നമ്മൾ പഠിച്ചിട്ടില്ലേ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ബേസിക് ട്രയാങ്കിൾ, അത് ജസ്റ്റ് ശരിക്കും ഓർമ്മ വേണേ. കോംപ്ലക്സ് നമ്പറിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ആ രണ്ട് ബേസിക് ആയ 2 ട്രയാങ്കിൾ നിങ്ങളെ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. ഒന്ന് 60 30 90. 60 30 90 എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഈ സൈഡ്സിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 60 നേരെ ഓപ്പോസിറ്റ് √3. ഏറ്റവും വലിയ സൈഡ് 2, ഇത് 1. ഓക്കെ. ഇനി 45 45ൻ്റെയോ? 45 45 ഇതിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോ 1 1 √2. അപ്പോൾ ഈ 2 ബേസിക് ട്രയാങ്കിൾസ് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോൾ ടാൻ 45 ഇവിടെ നോക്കിയാൽ പെട്ടെന്ന് പറയാൻ പറ്റും. ടാൻ 45 എത്രയാണ്? ടാൻ 45 1/1. അപ്പോൾ ടാൻ 45 1 ആയി മാറുന്നത്. ഇവിടെ നമുക്ക് മനസ്സിലാവും ടാൻ 45 എന്നാണ് 1/1. 1/1 എന്ന് പറഞ്ഞാൽ 1 അല്ലേ, ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. അപ്പോൾ ഏത് ഇപ്പോൾ ഒരു ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ 1 എന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീറ്റ എന്താണെന്ന് മനസ്സിലാക്കണം, 45 ആണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ടാൻ 45 ഇവിടെ 1 ആണ്, 1 + അതിൻ്റെ കേസിൽ. അപ്പോൾ നമുക്ക് തീറ്റ എന്ന് പറയുന്ന സാധനം 45 കിട്ടി. ഇനി തീറ്റ ഇവിടെ, അപ്പോൾ കോംപ്ലക്സ് നമ്പർ ഇവിടെയാണ് വിചാരിക്കുക i. നമ്മുടെ കോംപ്ലക്സ് നമ്പർ i ആണ് വിചാരിക്കുക. അപ്പോൾ ആർഗ്യുമെൻറ്റ് എത്രയാണ് വരിക? നമ്മുടെ കോംപ്ലക്സ് നമ്പർ i എന്ന് പറയുന്നത് കോംപ്ലക്സ് നമ്പറാണ്. എന്താ i എന്ന് പറയുന്നത് z = 0 + i ആണ്. അതിൻ്റെ x 0 y 1 ആണ്. അപ്പോൾ ഇതിൻ്റെ ആംഗിൾ നമുക്ക് കൃത്യമായി ഇവിടെ നിന്ന് നോക്കിയാൽ മനസ്സിലാകുന്നേ ഉള്ളൂ. ഇത് ഇങ്ങനെ കറങ്ങി വന്ന് ഇതാ എത്ര കറങ്ങി, ഇത് x ആക്സിസ് ഒരു i ഉണ്ടാക്കുന്ന ചെരിവ് എത്രയാണ്? i എന്ന് പറഞ്ഞാൽ ഇവിടുത്തേക്ക് ദൂരമാണ്, ഒരു ഡിസ്റ്റൻസാണ്. ഈ ചെരിവ് എത്രയാണ്? 90 ഡിഗ്രി. അങ്ങനെ ചെരിഞ്ഞ്. ഇനി ഇവിടെയാണ് കോംപ്ലക്സ് നമ്പർ എങ്കിൽ ചെരിവ് ഇത്ര ഇങ്ങനെ വരും. ഇവിടെയാണ് കോംപ്ലക്സ് നമ്പർ എങ്കിലോ ചെരിവ് 150 ഡിഗ്രി. ഇവിടെയാണെങ്കിലോ 150 കൂടിയില്ലേ, 150നേക്കാട്ടും കൂടി. അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇവിടെ തൊട്ട് ഇവിടെ തമ്മിൽ എത്തിയ ഇങ്ങനെ കുഴപ്പമില്ല, 150 വരെ കുഴപ്പമില്ല. പിന്നെ ഇപ്പുറത്തുള്ള ആംഗിൾ എടുക്കുന്ന സമയത്ത് നമ്മൾ 150 കൂടിയ ആംഗിൾ പറയരുത്. 150 കൂടിയ പറയാതെ നമ്മൾ അപ്പം ആംഗിളിൻ്റെ വില -150ൻ്റെയും +150ൻ്റെ ഇടയിൽ ഉള്ള ആംഗിൾ പറയണം. അപ്പോൾ നമുക്ക് ഏടത്തം വരെ എടുക്കുക എന്ന് പറഞ്ഞാൽ ആംഗിൾ നമ്മൾ മെഷർ ചെയ്ത് ഇങ്ങനെ വന്ന് ഇവിടത്തം വരെ എടുക്കാം, 150 വരെ എടുക്കാം. 150 ജസ്റ്റ് ക്രോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആ 180 ഇപ്പോൾ സപ്പോസ് 190 ആണ് നമ്മുടെ കോംപ്ലക്സ് നമ്പർ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. 190 ആണെന്ന് വിചാരിച്ചു ആംഗിൾ കറങ്ങി വന്ന് 190. പക്ഷേ 190 പ്രിൻസിപ്പൽ വാല്യൂ അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അറിയുക? 190 360 കുറക്കുക. 190 360 കുറച്ചെത്ര വരും? 170 വരും. അപ്പോൾ നമ്മുടെ പ്രിൻസിപ്പൽ വാല്യൂ നമുക്ക് എത്ര കിട്ടി? നെഗറ്റീവ് 190 - 160 അല്ലേ, -170. ഇതാണ് പ്രിൻസിപ്പൽ വാല്യൂ ആയിട്ട് നമ്മൾ എഴുതേണ്ടത്. ഇതാണ് പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് തീറ്റ.
കാരണം ഇതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്നോട്ട് ഇങ്ങനെ വന്ന് ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ 150 ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ക്രോസ് ചെയ്യരുത്. 150 ക്രോസ് ചെയ്തിട്ടുള്ള ആംഗിൾ 190 ആണെങ്കിൽ നമ്മൾ ഏടുന്ന് മെഷർ ചെയ്താൽ മതി, നമ്മൾ തിരിച്ച് ഇവിടുന്ന് ഇങ്ങോട്ട് മെഷർ ചെയ്താൽ മതി. ഇവിടുന്ന് ഇങ്ങോട്ട് 170 ആയിരിക്കും കൃത്യമായിട്ട്. വെറും 170 അല്ല, -170. ഇങ്ങോട്ട് മെഷർ ചെയ്യുമ്പോൾ നെഗറ്റീവ് ഇട്ട് കൊടുക്കണം. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ ആ -150ൻ്റെയും +150ൻ്റെ ഇടയിലുള്ള വാല്യൂസ്, ആ വാല്യൂസിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ആ വാല്യൂസിനെ നമ്മൾ വിളിക്കുന്നത് ദ വാല്യൂ ഓഫ് ദ ആർഗ്യുമെൻറ്റ് വിച്ച് സാറ്റിസ്ഫൈസ് ദ ഇനീക്വാളിറ്റി -150 ലെസ് ദാൻ തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ഈസ് കോൾഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ദ ആർഗ്യുമെൻറ്റ്. അതിനെ നമ്മൾ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ദി ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ വിളിക്കുന്നത് എന്ത്? പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ദി ആർഗ്യുമെൻറ്റ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്കുള്ള കോംപ്ലക്സ് നമ്പർ അതാണ്. ഒരു എക്സാമ്പിൾ കൂടി ഞാൻ പറയാം. ഇപ്പം നമ്മൾ കോംപ്ലക്സ് നമ്പർ ഇവിടെ സെറ്റ് ചെയ്യുന്നത്, ഇതൊരു -i ആണ്. അപ്പോൾ ഞാൻ ആംഗിൾ മെഷർ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ആംഗിൾ വരിക ഇവിടെ നിന്ന് മെഷർ ചെയ്ത് തുടങ്ങുക. എക്സായിട്ടാണ് ഈ മെഷർ ചെയ്ത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇവിടെയാണ് ആംഗിൾ -i ഉള്ളത്. -i എന്ന നമ്പർ ഇവിടെ മാർക്ക് ചെയ്യുക. -i എന്ന് പറഞ്ഞാൽ എടുത്താൽ 0 - i ആണ് കോംപ്ലക്സ് നമ്പർ. x0 y -1. അപ്പോൾ ഇങ്ങനെ മെഷർ ചെയ്താൽ ആംഗിൾ 270 അല്ലേ സാധനം ഇത്. അപ്പോൾ ഇത് പ്രിൻസിപ്പൾ ആംഗിൾ അല്ല. പ്രിൻസിപ്പൾ ആംഗിൾ ആണെങ്കിൽ അത് -150ൻ്റെയും +150ൻ്റെയും ഇടയിലായിരിക്കണം. അപ്പോൾ അങ്ങനെ ഒരു ആംഗിൾ കണ്ടുപിടിക്കണം. തിരിച്ചിങ്ങോട്ട് മെഷർ ചെയ്യും. തിരിച്ചിങ്ങോട്ട് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് മെഷർ ചെയ്താൽ -90, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 90 കറക്കിയാൽ പോരെ തിരിച്ച് ക്ലോക്കിൻ്റെ ദിശയിൽ. അപ്പം -90 അഥവാ -π/2 ആണ് നമ്മളതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ. -90 ആരുടെ ഇടയിൽ കിടന്നോളൂ? ഇതിൻ്റെയും ഇതിൻ്റെ ഇടയിൽ കിടന്നോളൂ. -150ൻ്റെയും +150ൻ്റെ ഇടയിലല്ലേ -90. പക്ഷേ 250 എന്ന് പറഞ്ഞാൽ 150 ക്രോസ് ചെയ്ത് പോയി, 150ൻ്റെ മുകളിലായിപ്പോയി. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചിങ്ങോട്ട് മെഷർ ചെയ്ത് -90 എന്ന് പറയുന്ന പ്രിൻസിപ്പൽ വാല്യൂയിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. അത്രയേ ഉള്ളൂ, സിമ്പിൾ. അതിനെയാണ് പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ദ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത്. ഓയിലേറിയൻ റെപ്രസെൻറ്റേഷൻ. ഓയിലേറിയൻ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് പോളാർ ഫോം. R = കോംപ്ലക്സ് നമ്പറിൻ്റെ മറ്റേ ഫോമിനെയാണ് നമ്മൾ പോളാർ ഫോം. അതിനെക്കുറിച്ച് ഞാൻ നേരത്തെ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ട്. പോളാർ ഫോം. അപ്പോൾ ഒരു കോംപ്ലക്സ് നമ്പർ നിങ്ങൾക്ക് സൂചിപ്പിക്കണമെങ്കിൽ നമുക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ 3 + 4i എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു പെർപെൻഡിക്കുലർ വരച്ചാൽ ഇത് 3, ഇത് 4. ഇതെന്ന് പറഞ്ഞാൽ എത്ര വരിക? √3² + 4² ദാറ്റ്സ് ഈക്വൽ ടു √9 + 16 ദാറ്റ്സ് ഈക്വൽ ടു √25 ദാറ്റ്സ് ഈക്വൽ ടു 5. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടത്തേക്കുള്ള ദൂരം എത്ര കിട്ടി? ഒറിജിനിൽ നിന്ന് ഈ കോംപ്ലക്സ് നമ്പറേക്കുള്ള ദൂരം 5 കിട്ടി. അതിനെ നമ്മൾ മോഡുലസ് ഓഫ് z എന്ന് വിളിക്കും. 5 ആണ്. ഇനി തീറ്റ കണ്ടുപിടിക്കണ്ടേ? തീറ്റ കണ്ടുപിടിക്കാൻ നമ്മൾ ചെരിവ് ടാൻ തീറ്റ. ടാൻ തീറ്റ എത്രയാണ്? ടാൻ തീറ്റ = ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് 4/3. തീറ്റ എന്ത് വരും? ടാൻ ഇൻവേഴ്സ് ഓഫ് 4/3. തീറ്റ = ടാൻ ഇൻവേഴ്സ് ഓഫ് 4/3 മോഡ് z = 5. അപ്പം നമുക്ക് എന്ത് പറയാം? ഇത് മോഡുലസ്, ഇത് തീറ്റ. ഓക്കെ, അത് രണ്ടും കൂടി കൂട്ടിയിട്ട് നമുക്കിങ്ങനെ z = r(e⁻i⁻θ) എന്ന് എഴുതാം. ഇതിനെയാണ് ഓയിലേറിയൻ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ r എത്രയാണ്? r എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ദൂരം എത്രയായിട്ട്? 5. അത് r-ന് പകരം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് 5 e⁻i. തീറ്റ എത്രയാണ്? തീറ്റ ടാൻ ഇൻവേഴ്സ് ഓഫ് 4/3 എന്ന് പറഞ്ഞാൽ തീറ്റയ്ക്ക് പകരം ടാൻ ഇൻവേഴ്സ് ഓഫ് 4/3 ചെയ്യാം മതി. തീറ്റയ്ക്ക് പകരം ടാൻ ഇൻവേഴ്സ് ഓഫ് 4/3 ചെയ്യാം. അപ്പോൾ തീറ്റ എങ്കിൽ 45 കിട്ടിയതിൻ്റെ ഇവിടെ 45 എന്ന് എഴുതിയാൽ മതി. തീറ്റ 45 കിട്ടിയെന്ന് വെച്ചാൽ 45 ഡിഗ്രി അല്ലെ π/4 എന്ന് പറയും. അപ്പോൾ നമ്മളെങ്ങനെ എഴുതുക കോംപ്ലക്സ് നമ്പറിന്? z = r(e⁻i⁻π/4. തീറ്റയ്ക്ക് വരാം 45 ഇട്ട് കൊടുക്കണം. ചെരിവ് 45 ആണെങ്കിൽ. അപ്പോൾ അതാണ് ഓയിലേറിയൻ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ അപ്പോൾ ഞാനിപ്പോൾ പഠിപ്പിച്ച പ്രകാരം ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ കൂടി പറയാം. ഇതിവിടെ i എന്ന് പറയുന്ന നമ്പറുണ്ട്. ഇതിൻ്റെ ഓയിലേറിയൻ റെപ്രസെൻറ്റേഷൻ ചോദിച്ചാൽ നമുക്ക് r(e⁻i⁻θ). തീറ്റ എത്രയാടോ? തീറ്റ π/2 അല്ലേ? r എത്രയാണ്? r എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ദൂരം 1 അല്ലേ? ഒറിജിനിൽ നിന്ന് കോംപ്ലക്സ് നമ്പറിൻ്റെ ദൂരം 1. അപ്പോൾ r = 1 ഇടുക. e⁻i × π/2 z = e⁻i⁻2. ഇതാണ് ഇതിൻ്റെ ഓയിലേറിയൻ റെപ്രസെൻറ്റേഷൻ. ഇനി നിങ്ങൾ പഠിക്കേണ്ട വേറൊരു കാര്യം കൂടി ഇവിടെ ഉണ്ട്. എന്താ കാര്യം എന്ന് പറയുന്നത്? e⁻i⁻θ നമുക്ക് cos θ + i sin θ എന്ന് എഴുതാം.
ഇ റേസ് ടു ഐ തീറ്റ എന്ന് നമ്മൾ ഇ റേസ് ടു ഐ തീറ്റ എങ്ങനെ എഴുതാൻ പറ്റും? കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. ഇതൊന്ന് ബൈ ഹാർട്ട് പഠിക്കണം നിങ്ങൾ. ഇത് എക്സ്പൊണൻഷ്യൽ ഫോമാണ്. ഇ റേസ് ടു ഐ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? കോസ് തീറ്റ കൂട്ടണം ഐ സൈൻ തീറ്റ. ഇ റേസ് ടു ഐ തീറ്റ ഈസ് ഈക്വൽ ടു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. ഇനി നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് ലോഗരിതം ഓഫ് എ കോംപ്ലക്സ് നമ്പർ. ലോഗരിതം ഓഫ് എ കോംപ്ലക്സ് നമ്പർ. ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ ലോഗരിതത്തിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കേണ്ടത്. ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ ലോഗരിതം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ HSST എക്സാമിനേഷനും മറ്റ് പല പരീക്ഷകൾക്കും നമുക്ക് ഈ ലോഗരിതം കോംപ്ലക്സ് നമ്പറിൻ്റെ ലോഗരിതത്തിനെ കുറിച്ച് അവർ ചോദിക്കാറുണ്ട്. അപ്പോൾ എന്തായാലും വളരെ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ ലോഗരിതം ഓഫ് എ കോംപ്ലക്സ് നോക്കാം. ലോഗരിതം അപ്പോൾ നമ്മൾ സെഡിന് ആർ ഇ റേസ് ടു ഐ തീറ്റ എന്നാണ് നമ്മൾ പോളാർ ഫോമിൽ എഴുതുക. ആർ ഇ റേസ് ടു ഐ തീറ്റ. അപ്പോൾ നമ്മൾ സെഡിന് പകരം ആർ ഇ റേസ് ടു ഐ തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ ലോഗരിതം സെഡ് എന്ന് പറഞ്ഞാൽ ആർ ഇ റേസ് ടു ഐ തീറ്റ അല്ലേ? ആർ ഇ റേസ് ടു ഐ തീറ്റ. അപ്പം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ലോഗ് എ ബി എന്ന് പറഞ്ഞാൽ എന്താ? ലോഗ് എ ബി എന്ന് പറഞ്ഞാൽ ലോഗ് എ കൂട്ടണം ലോഗ് ബി. അപ്പോൾ ലോഗ് ആർ ഇ റേസ് ടു ഐ തീറ്റ എങ്ങനെ എഴുതാ? ലോഗ് ആർ പ്ലസ് ലോഗ് ഇ റേസ് ടു ഐ തീറ്റ. അപ്പോൾ ഇതെന്ത് വരും? ലോഗരിതം ഓഫ് ആർ പ്ലസ് ലോഗ് ഇ റേസ് ടു ഐ തീറ്റ എന്നാണ് എന്താ? ഐ തീറ്റ ഇൻറ്റു ലോഗ് ഇ. ലോഗരിതം ഓഫ് ഇ എത്രയാ? ലോഗരിതം ഈ എക്സ്പോണൻഷ്യലിൻ്റെ ലോഗരിതം 1 ആണ്. ഇ എന്ന് പറഞ്ഞാൽ എക്സ്പോണൻഷ്യലാണെന്ന് മനസ്സിലാക്കണേ. ഇ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ എക്സ്പോണൻഷ്യൽ. ലോഗരിതം ഇൻ്റെ ലോഗരിതം 1 ആണ്. അപ്പോൾ ഈ സാധനം 1 ആയി പോകും. അപ്പോൾ എന്ത് കിട്ടി? ലോഗരിതം ഓഫ് ആർ പ്ലസ് ഐ തീറ്റ. എന്താണ് ആർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. ലോഗരിതം ഓഫ് ആർ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എസ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? തീറ്റ എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് ഓഫ് വൈ ബൈ എക്സ് ആണ്. നേരത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ലോഗരിതം ഓഫ് എ കോംപ്ലക്സ് നമ്പർ. ദിസ് ഈസ് ദി ലോഗരിതം ഓഫ് കോംപ്ലക്സ് നമ്പർ. ലോഗരിതം ഓഫ് എ കോംപ്ലക്സ് നമ്പർ വെച്ചിട്ട് ലോഗരിതം ഓഫ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഐ ഇൻറ്റു ടാൻ ഇൻവേഴ്സ് ഓഫ് ഐ. ഈ സാധനം എന്ന് പറഞ്ഞാൽ മോഡ് സെറ്റ് അല്ലേ? അപ്പോൾ ഇതിനിങ്ങനെ എഴുതാം ലോഗരിതം ഓഫ് മോഡുലസ് ഓഫ് സെറ്റ്. മോഡുലസ് ഓഫ് സെറ്റ് എന്നായി സാധനം ഐ ഇൻറ്റു ടാൻ ഇൻവേഴ്സ് ഓഫ് വൈ ബൈ എക്സ്. ദിസ് ഈസ് ദി ലോഗരിതം ഓഫ് എ കോംപ്ലക്സ് നമ്പർ. ഇത് നന്നായിട്ട് ബൈ ഹാർട്ട് പഠിക്കുക. ഈ ബുക്കിലുണ്ട്, ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. ഈ സാധനം പഠിക്കുക കേട്ടോ. ലോഗരിതം ഓഫ് സെറ്റ് ഈസ് ഈക്വൽ ലോഗ് മോഡ് സെറ്റ് പ്ലസ് ഐ ഇൻറ്റു ആർഗ്യുമെൻ്റ് ഓഫ് സെറ്റ്. ഇനി നിങ്ങൾ പഠിക്കേണ്ട വേറൊരു സാധനം എന്ന് പറയുന്നത് ജോമെട്രിയാണ്. കോംപ്ലക്സ് നമ്പേഴ്സ് പരീക്ഷയ്ക്ക് ഇടയ്ക്ക് ചോദിക്കുന്ന ഒരു സാധനമാണ് ഈ സാധനം. മോഡ് സെറ്റ് മൈനസ് സെറ്റ് 1 പ്ലസ് മോഡ് സെറ്റ് മൈനസ് സെറ്റ് 2 ഈക്വൽ ടു കെ. ഇങ്ങനെ ഒരു ഇക്വേഷൻ തരും പരീക്ഷ പേപ്പറിൽ. അങ്ങനെ എന്നിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യേണ്ട ഇത് എന്നിട്ട് ചോദിക്കും ഇത് എലിപ്സ് ആണോ അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിക്കും. ഓക്കെ, അപ്പോൾ എലിപ്സ് ആണെന്ന് ചോദിക്കണമെങ്കിൽ ഈ കണ്ടീഷൻ ചെക്ക് ചെയ്ത് വെക്കാൻ മതി. കെ എന്ന് പറഞ്ഞ സാധനം ഇവിടെ ഉണ്ട്, കെ ഇവിടെ ഉണ്ട്. കെ ഗ്രേറ്റർ ദാൻ മോഡ് സെറ്റ് 1 മൈനസ് സെറ്റ് 2. ഇത് മോഡ് സെറ്റ് മൈനസ് സെറ്റ് 1 പ്ലസ് മോഡ് സെറ്റ് മൈനസ് സെറ്റ് 2 സമം കെ ടൈപ്പിലാണ്. അപ്പോൾ കെ ഗ്രേറ്റർ ദാൻ മോഡ് സെറ്റ് 1 മൈനസ് സെറ്റ് 2 ആണെങ്കിൽ നമുക്ക് ആ സാധനം ആ ഇക്വേഷൻ എന്തിനാണ് സൂചിപ്പിക്കുന്നത്? എലിപ്സിനെ സൂചിപ്പിക്കുന്നതാണെന്ന് നമുക്ക് പറയാൻ പറ്റും. വിത്ത് ഫോസൈ സെറ്റ് 1 ആൻഡ് സെറ്റ് 2. ഫോക്കസ് എന്തൊക്കെയാണ്? സെറ്റ് 1 ഉം സെറ്റ് 2. ഇനി അടുത്ത റിലേഷൻ നോക്ക്. മോഡുലസ് ഓഫ് ഇങ്ങനത്തെ ഒരു സാധനം വരും. മോഡ് സെറ്റ് മൈനസ് സെറ്റ് 1 മൈനസ് ഇവിടെ നേരത്തെ പ്ലസ് അല്ലേ ഉണ്ടായിരുന്നത്, അതിന് പകരം ഇവിടെ മൈനസ് ആണുള്ളത്. മൈനസ് മോഡ് സെറ്റ് മൈനസ് സെറ്റ് 2. അങ്ങനെ കെ ലെസ് ദാൻ മോഡ് സെറ്റ് 1 മൈനസ് സെറ്റ് 2. ഇവിടെ പോസിറ്റീവ് ആയിക്കോട്ടെ കേട്ടോ. ഇത് 0 ചേർത്തുള്ള 0നേക്കാളും വലുതാണ് കെ. 0 ലെസ് ദാൻ കെ പോസിറ്റീവ് നമ്പറായ കെ ലെസ് ദാൻ മോഡ് സെറ്റ് 1 മൈനസ് സെറ്റ് 2 ആണെങ്കിൽ അതെന്തിനെ സൂചിപ്പിക്കൂ? അതൊരു ഹൈപ്പർ ബോളേനെ സൂചിപ്പിക്കും. വിത്ത് ഫോസൈ എന്താണ്? സെറ്റ് 1 ഉം സെറ്റ് 2. ഇനി മൂന്നാമത്തെ റിലേഷനുകൾ പഠിച്ചു. അപ്പോൾ ഇവിടെയുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടെ പ്ലസ് ഇവിടെ മൈനസ്. ഇവിടെ കെ ഗ്രേറ്റർ ദാൻ മോഡ് സെറ്റ് 1 മൈനസ് സെറ്റ് 2 ആണെങ്കിൽ ഇവിടെ കെ ലെസ് ദാൻ ആണ്. ഇവിടെ കെ ആ വലുത്, ഇവിടെ കെ ചെറുതാണ്. കെ പക്ഷേ ഇവിടെ പോസിറ്റീവാണ്. ഇനി ഈ ഒരു റിലേഷൻ നോക്കുക. മോഡ് സെറ്റ് മൈനസ് സെറ്റ് 1 ബൈ മോഡ് സെറ്റ് മൈനസ് സെറ്റ് 1 ബൈ സെറ്റ് മൈനസ് സെറ്റ് 2 ഈക്വൽ ടു കെ ഈസ് എ സർക്കിൾ ഇഫ് കെ നോട്ട് ഈക്വൽ ടു 1 ആൻഡ് എ സ്ട്രെയിറ്റ് ലൈൻ ഇഫ് കെ ഈസ് ഈക്വൽ ടു. ഈ റിലേഷനിൽ ഇങ്ങനെ ഒരു റിലേഷൻ തരും. മോഡ് സെറ്റ് മൈനസ് സെറ്റ് 1 ബൈ സെറ്റ് മൈനസ് സെറ്റ് 2 ഈക്വൽ ടു കെ ഇവിടെ തന്നിരിക്കുന്ന കെ നോട്ട് ഈക്വൽ ടു 1 ആണെങ്കിൽ ഈ റിലേഷൻ ഒരു സർക്കിളിനെ സൂചിപ്പിക്കുക. കാരണം അത് കെ സമം ഇവിടെ തന്നിരിക്കുന്ന സാധനം 1 കെക്ക് പകരം 1 ആണെങ്കിൽ അതെന്തായിരിക്കും? അത് ഒരു സ്ട്രെയിറ്റ് ലൈനെ ആയിരിക്കും സൂചിപ്പിക്കുക. അപ്പോൾ ഈ സാധനങ്ങൾ മുഴുവൻ നിങ്ങൾ പഠിച്ചിരിക്കണം. 1, 2, 3. അത് പരീക്ഷയ്ക്ക് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ്. വളരെ ഇമ്പോർട്ടൻ്റുമാണ്. ഇനി ഇതിൽ ബേസിക്കായിട്ട് പഠിക്കാനുള്ള സാധനമാണ്. അപ്പോൾ ഇതൊക്കെ നോട്ട് ചെയ്ത് 1 ബൈ 1 ആയിട്ട് നോട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. ഡി മൂവിയറസ് തിയറം. എന്താ ഡി മൂവിയറസ് തിയറം?
അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡി മൂവിയറസ് തിയറം. എന്താ ഡി മൂവിയറസ് തിയറം നമുക്ക് നോക്കാം. ഡി മൂവിയറസ് തിയറം. ഡി മൂവിയറസ് തിയറം. എന്താ ഡി മൂവിയറസ് തിയറം? കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ ഹോൾ റൈസ് ടു എൻ ഈസ് ഈക്വൽ ടു, ഇത് നമുക്ക് നമ്മൾ സാധാരണ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്നൊക്കെ ചെയ്യാറില്ലേ, അതിന് പകരം കോംപ്ലക്സ് ഉള്ള റൂളാണ്. ഇവിടെ എൻ ഉണ്ടെങ്കിൽ ഈ എന്നിനെ നമുക്ക് ഇവിടെ മൾട്ടിപ്ലൈ തീർത്താൽ മതി, ഇവിടെയും ഇവിടെയും. അപ്പോൾ കോസ് എൻ തീറ്റ പ്ലസ് ഐ സൈൻ എൻ തീറ്റ എന്ന് എഴുതാം. ഇവിടെ എന്നെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തെടുക്കുക, എന്നെ ഇവിടെ വേണം. ഇതാണ് ഡി മൂവിയറസിൻ്റെ തിയറം. അപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ 2 ആണ്, ഇവിടെ കോസ് 2 എന്നിക്കൽ 2 ആണ്, കോസ് 2 തീറ്റ പ്ലസ് സൈൻ 2 തീറ്റ എന്ന് കിട്ടും. ഇതാണ് ഡി മൂവിയറസിൻ്റെ തിയറം. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ അത് നന്നായിട്ട് ബൈ ഹാർട്ട് പഠിക്കുക. ഇനി ഇവിടെ നിങ്ങൾ ഇവിടെ നിങ്ങൾ കോംപ്ലക്സ് നമ്പർ ഉണ്ട്. ഇത് Z1 Z2 കുറേ കോംപ്ലക്സ് നമ്പർ ഉണ്ട്. അത് മൾട്ടിപ്ലൈ ചെയ്യുന്നൊരു ഫോർമാറ്റ് ഉണ്ട്. നിങ്ങൾ ഇത് പഠിച്ചു വെച്ചാൽ കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ്, നമുക്ക് ആവശ്യമുള്ളൊരു സാധനം. എന്താ അത്? കോസ് തീറ്റ 1 പ്ലസ് ഐ സൈൻ തീറ്റ 1 ഇൻറ്റു കോസ് തീറ്റ 2 പ്ലസ് ഐ സൈൻ തീറ്റ 2 പ്ലസ് എക്സെട്ര ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് ഇങ്ങനെ പോകുന്നു. അത് എന്തിന് സെയിം ആ കോസ് ഓഫ് തീറ്റ 1 തീറ്റ 2 ഒക്കെ ആഡ് ചെയ്യാം. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഓർമ്മിപ്പിക്കുക. ഇങ്ങനെയാണ് കോസ് തീറ്റ 1 പ്ലസ് ഐ സൈൻ തീറ്റ 1 ഇൻറ്റു കോസ് തീറ്റ 2 പ്ലസ് ഐ സൈൻ തീറ്റ 2. ഇങ്ങനെയാണ് വിചാരിച്ചോ. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ എഴുതി കഴിഞ്ഞാൽ ഇതൊരു കോംപ്ലക്സ് നമ്പർ, ഇതൊരു കോംപ്ലക്സ് നമ്പർ അല്ലേ. ആ പ്രോഡക്റ്റ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാം. കോസ് തീറ്റ 1 പ്ലസ് തീറ്റ 2 പ്ലസ് ഐ സൈൻ തീറ്റ 1 പ്ലസ് തീറ്റ 2. ഇനി തീറ്റ 1 തീറ്റ 2 തീറ്റ 3 ഉണ്ട്, ഇവിടെ തീറ്റ 3 കൂടെ ആഡ് ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ അതാണ് ആ റിലേഷൻ. ജസ്റ്റ് ഒന്ന് പഠിക്കുക. എൻ വരെ തീറ്റ 2 പ്ലസ് ഐ സൈൻ എക്സെട്ര കോസ് തീറ്റ എൻ പ്ലസ് ഐ സൈൻ ആണ് മൊത്തം മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് കോസ് ഓഫ് തീറ്റ 1 പ്ലസ് തീറ്റ 2 എക്സെട്ര തീറ്റ എൻ ഇൻറ്റു പ്ലസ് ഐ സൈൻ തീറ്റ എൻ എക്സെട്ര അങ്ങനെ എഴുതാം. ഇനി നമുക്ക് വേണ്ടത് ഇവിടെ കുറച്ച് റിലേഷൻസ് ഉണ്ട്. nth റൂട്ട് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ nth റൂട്ട് പിന്നെ ഇതിൽ കുറച്ച് ബേസിക് ആയിട്ട് പേജ് നമ്പർ 2 കുറച്ച് ബേസിക് ആയിട്ടുള്ള ഇത് ക്യൂബ് റൂട്ട്, 4th റൂട്ട് എന്നൊക്കെ പറഞ്ഞ കുറച്ച് ബേസിക് ആയിട്ട് കൺസെപ്റ്റുകളുണ്ട്. കുറച്ച് റിലേഷൻസ് ഇവിടെയുണ്ട്. ട്രാൻസെൻഡൻ്റൽ ഫംഗ്ഷൻ, അങ്ങനെ ഒരു കുറച്ച് സാധനങ്ങളുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ ഇങ്ങനെ പഠിച്ച് ഇങ്ങനെ പോവുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ എളുപ്പമാണ് ഇത് പഠിക്കാൻ. കോംപ്ലക്സ് അനാലിസിസ് വളരെ സിമ്പിളായിട്ടുള്ള സാധനമാണ്. ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ പഠിക്കാതെ നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ബേസിക് ആയിട്ടുള്ള സാധനം നല്ല വൃത്തിയായിട്ട് പഠിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.